ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണിത്. ഈ പരിപ്പ് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണല്ലോ, അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചെറുപയർ പരിപ്പാണിത്. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് വേവിക്കണം. ഇതുപോലെ നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഒരു പത പോലെ വരും. അത് ഈ പരിപ്പിൻ്റെ അഴുക്കാണ്. ഇത് നമുക്കിങ്ങനെ കോരി മാറ്റാൻ പറ്റും. കുക്കറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ലല്ലോ, ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. ചെറുപയർ പരിപ്പിന് പകരം തോരപ്പരിപ്പോ മസൂർ ഡാലോ ഉപയോഗിക്കാം. ഈ പരിപ്പ് 10 മിനിറ്റ് ഒന്ന് കുതിർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വേകും. ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിതിൽ കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, ഫ്രഷ് പീസ് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് എന്ത് പച്ചക്കറി ഉണ്ടോ അത് ചേർക്കാവുന്നതാണ്. ഇതിൽ ഇന്ന പച്ചക്കറി ചേർക്കണമെന്നില്ല. വീട്ടിൽ ഒന്നും വേണ്ട, പപ്പയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ പപ്പയ്ക്ക ചേർത്താലും നല്ല ടേസ്റ്റാണ്. പരിപ്പും പപ്പയ്ക്കയും കൂടെ ചേർത്തുള്ള കറി. പക്ഷേ ചെയ്യുന്ന മെത്തേഡ് ഇതുപോലെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഇതിൻ്റെ കൂടെയൊക്കെ വേവിക്കുന്നത്, പരിപ്പിൻ്റെ കൂടെ ചില പച്ചക്കറികളൊക്കെ ഇട്ട് വേവിക്കാറുണ്ടല്ലോ. പക്ഷേ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാനിലിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചക്കറി വഴറ്റാൻ വേണ്ടി പാനിലേക്ക് ഞാൻ മസ്റ്റർഡ് ഓയിലാണ് ചേർത്തത്. മസ്റ്റർഡ് ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർക്കാം. ഏത് കുക്കിംഗ് ഓയിലാണോ അത് ചേർക്കാം. മസ്റ്റർഡ് ഓയിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഓയിലാണല്ലോ, അതുകൊണ്ട് വളരെ കുറച്ച് ഓയിൽ മതിയാകും ഈ പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അത് മസ്റ്റർഡ് ഓയിൽ എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടുന്നതാണ് മസ്റ്റർഡ് ഓയിൽ. തണുപ്പത്തും മഴ സമയത്തും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മസ്റ്റർഡ് ഓയിലിൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമാവില്ല, പക്ഷേ അത് നമ്മൾ നല്ലതുപോലെ ചൂടാക്കണം. മസ്റ്റർഡ് ഓയിൽ നല്ലതുപോലെ ചൂടാക്കിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്മെല്ലും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ക്യാപ്സിക്കവും ഫ്രോസൺ കോണും ഫ്രോസൺ ഫ്രഷ് പീസും എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത്തരം സാധനങ്ങളൊക്കെ ഞാൻ ഫ്രീസ് ചെയ്ത് വയ്ക്കാറുണ്ട്. 6-7 മാസം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലിനി ഈ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്ത പച്ചക്കറി ആയതുകൊണ്ട് ഇത് വേകാൻ അധിക താമസമൊന്നും വേണ്ട. കുറച്ച് ഇത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ പച്ചക്കറി നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് താളിക്കാൻ വേണ്ടിയും ഞാൻ മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. മസ്റ്റർഡ് ഓയിൽ നല്ലതുപോലെ ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഇടാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിൽ കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലാവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി ഇത്രയുമാണ് ചേർത്തത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിൽ ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ഒന്ന് വാടിയ ശേഷം ഇതിൽ ഒരല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കായം, പരിപ്പൊക്കെ ചേർക്കുന്ന കറികൾക്ക് കായം ഇട്ടാൽ നല്ലൊരു മണം കിട്ടും. അതുപോലെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് ഓയിൽ ചേർക്കാവുന്നതാണ്. എന്നാൽ ടേസ്റ്റിനൊപ്പം കുറച്ച് ഹെൽത്ത് കൂടി നോക്കണമല്ലോ. ഒരല്പം വെള്ളം ചേർത്താൽ മതി, ടൊമാറ്റോ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പരിപ്പും പച്ചക്കറിയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്കിത് ചേർക്കാം.
ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, പൂരി എന്നിവയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചോറും ചപ്പാത്തിയുടെയും പോലും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ സൂപ്പ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പരിപ്പും പച്ചക്കറിയും ഒക്കെ ഉണ്ടല്ലോ. ഇതിനെ കുറച്ചുകൂടി റിച്ച് ആക്കാൻ വേണ്ടി 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും കൂടി വറുത്ത് ചേർക്കാം. നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെജിറ്റേറിയൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇത് ആക്ച്വലി ഒരു ബംഗാളി ഡിഷാണ്. ഇനി ഒരു ഫ്രൈ കൂടി ഉണ്ടാക്കണമല്ലോ. കത്തിരിക്ക കുറച്ച് വലുതായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. 2 ടീസ്പൂൺ അരിപ്പൊടിയിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഇനി ഈ കത്തിരിക്ക ഒന്ന് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഏത്തക്ക കൊണ്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പേയങ്ക, മൊന്തങ്ക എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് കായകളും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മസാല പുരട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതും ഒരു ബംഗാളി സൈഡ് ഡിഷാണ്. ബംഗാളികളും നമ്മളെപ്പോലെ വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ബംഗാളി ഫ്രണ്ട്സ് ഇപ്പോഴുമുണ്ട്. അവരിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത കുറേ റെസിപ്പീസും ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന 2 ഡിഷാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇതൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡിഷല്ലേ. വീട്ടിൽ ആരെങ്കിലും വ്രതാനുഷ്ഠാനമൊക്കെ എടുക്കുന്ന സമയത്തും ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും മീനും ചിക്കനും ഒന്നും ഇല്ലാത്ത സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ 2 റെസിപ്പീസാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരല്പം പുളിയുടെ കുറവുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് നാരങ്ങാ നീര് ഒഴിക്കാവുന്നതാണ്. പുളി ചേർക്കുന്നത് നല്ലതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.